ബിഗ് ബോസ് സീസൺ 7 നടത്തിയ കുറേ പരാമർശങ്ങളും കുറേ കാര്യങ്ങളും ആദില, നൂറ, ഷാനവാസ് ഇവരൊക്കെ കൂടി പറയുന്നുണ്ട്. അതിനെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. പുതിയ ചാനലാണ്. ഇനി ഇത് കേട്ടുകൊണ്ട് ഈ ആദില പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ആദില പറയുന്നുണ്ട് അവരെ നോർമലൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ നോർമലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവരും എന്താണ് ഇങ്ങനെ ആണും ആണും തമ്മിൽ കല്യാണം കഴിക്കുന്നതും പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നതും ഇതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്ത് അവരെ നമ്മൾ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ പോലെ മറ്റുള്ളവരാകാൻ കൂടുതൽ നമ്മൾ മാക്സിമം പരിശ്രമിക്കണം. അതാണ് നോർമലൈസേഷൻ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മളുടെ അനിയന്മാരും അനിയത്തികളും ഇതിലേക്ക് കൂടുതൽ 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 എന്താ പറയുക, പരസ്യങ്ങൾ നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. എന്തിനാണ് പരസ്യം ചെയ്യുന്ന പരസ്യ കമ്പനിക്കാർ? നമ്മളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാനാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കുകയാണ് ഈ ആതിര ചെയ്യുന്നത്. ആതിര വന്നിരിക്കുന്നത് തന്നെ പ്രൈസ് അടിക്കാനോ ഇതിനൊന്നുമല്ല. അവരെ കമ്മ്യൂണിറ്റിയെ ഒന്ന് ഉയർത്തി കാണിക്കാനാണ്. മറ്റുള്ളവർ ഇതുപോലെ തന്നെ ചെയ്യണം, നോർമലൈസ് ചെയ്യാനാണ് എന്ന് എപ്പോഴും ആദില പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നൂറ അങ്ങനെയല്ല. നൂറയ്ക്ക് വോട്ട് കിട്ടണം. അതിനുവേണ്ടി നൂറ കുറേ ടെക്നിക്കുകൾ ഇമോഷണലി, അതുപോലെ തന്നെ ഓരോരോ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടും റേപ്പ് കേസ് പറഞ്ഞുകൊണ്ടും ആ കേസ് ഈ കേസ് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പിന്നെ ആദിലയെ ഉപദേശിക്കുന്ന പോലെ ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യരുത് ബേബി, ഇങ്ങനെ ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല ക്യാരക്ടർ ചമഞ്ഞുകൊണ്ടും നൂറ് നിൽക്കുന്നുണ്ട്. അത് ആളുടെ സ്ട്രാറ്റജി. അങ്ങനെ നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ആൾക്ക് വോട്ട് കിട്ടാനാണ് സ്ട്രാറ്റജി. പക്ഷെ അതിലെ പറയുന്നതോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അത് എന്താണ് പറയുന്നത്, നമ്മളെല്ലാവരും അത് അനുവദിച്ചു കൊടുക്കണം. ഇത് അഥവാ ഒന്നോ രണ്ടോ പിള്ളേർ അങ്ങനെ ഉണ്ടായിപ്പോയി എന്ന് കരുതി നമ്മളിത് നോർമലൈസ് ചെയ്ത് എല്ലാവരും അഴിച്ചുവിടാനൊന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പോയി എന്ന് വെച്ചാൽ അവർ തല്ലിക്കൊല്ലാനും പറ്റത്തില്ല, അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് ആദ്യമേ തന്നെ കൊടിയും കുത്തി ഞങ്ങളെല്ലാവരും സമ്മതിച്ചു തരുന്നു കേട്ടോ, നിങ്ങളെല്ലാവരും അങ്ങനെ ആയിക്കോ വീട്ടിൽ നിങ്ങളായിക്കോ, അനിയത്തിയുടെ അടുത്ത് പറയാം, അനിയൻ്റെ അടുത്ത് പറയാം, മക്കളെടുത്ത് പറയാം, നിങ്ങളൊക്കെ ആവുന്നുണ്ടോ, അങ്ങനെ ആവുന്നുണ്ടോ, ആണും പെണ്ണും കെട്ടിക്കോ, ആണും കെട്ടിക്കോ, പെണ്ണും പെണ്ണും കെട്ടിക്കോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോർമലൈസ് ചെയ്ത് നടക്കുകയാണ് വേണ്ടത്? അതോ ശരിക്കും എല്ലാ പെണ്ണുങ്ങളും എല്ലാ ആണുങ്ങളും ഇങ്ങനെ അവരവരുടെ സ്വയം വർഗ്ഗക്കാരെ മാത്രം കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇനി ഈ ഭൂമി നിലനിൽക്കുമോ? ഇവരെന്ത് പൊട്ട വർത്തമാനമാണ് ഈ പറയുന്നത്? നോർമലൈസ് ചെയ്യണം. അങ്ങനെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ ഉണ്ടായി എന്ന് വെച്ച് നോർമലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അത് വെച്ച് അവർ തള്ളിക്കളയൊന്നുമില്ല. അവരും ഈ സമൂഹത്തിൻ്റെ പാർട്ട് തന്നെയാണ്, അല്ലേ? അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഇതുപോലെ ഏത് നേരം കൊട്ടുകൊടുക്കുന്നു, പണ്ടത്തെ കാര്യങ്ങൾ വെച്ച് ഏത് നേരം കൊട്ടുകൊടുക്കുന്നു ആദില എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് പറയുന്നത്? സ്വന്തമായി വേദനിച്ചാലേ നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാവുമെന്ന്. ശരിയാണ്, സ്വന്തമായി വേദനിച്ച തീവ്രത മനസ്സിലാവും. അപ്പോൾ തന്നെ കൊട്ടുകൊടുക്കുക. പിന്നെ 24 മണിക്കൂറും 365 ദിവസവും കൊട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതില പറയുന്നത് ഓഫീസിൽ ചെന്നപ്പോൾ ഞങ്ങൾ 2 മനുഷ്യന്മാർ എന്ന രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത്. അത് ഞങ്ങൾക്കൊരു വകതിരിവോ വേർതിരിവോ ഒന്നും കാണിച്ചില്ല. അത് അവർക്ക് അവരുടെ ജോലി നടക്കണം. നിങ്ങൾ 2 വേർതിരിവായിട്ട് നടത്തി കഴിഞ്ഞാൽ അവരൊരു ബിസിനസ് സ്ഥാപനമായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അവർ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാനൊന്നുമല്ല അവർക്ക് അവരുടെ ജോബ് കൃത്യമായി നടക്കണം. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തരും. അതേ അവർക്ക് ആവശ്യമുള്ളൂ. പിന്നെ അതിൽ പറയുന്നതുകൊണ്ടാണ് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തത്. അറിവില്ലായ്മയാണ് ഇവരെ അംഗീകരിച്ചു കൊടുക്കാത്തത്. അത് മാറ്റിവെച്ച് നമ്മളങ്ങോട്ട് പെരുമാറിയാൽ മതി എന്ന് പറയുന്നു. അതിനർത്ഥം എന്താണ്? നമ്മളെല്ലാവരും പൊട്ടന്മാരാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ പൊട്ടന്മാർ, നമുക്ക് അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് ഈ ആദിലയും നൂറയും ചെയ്തത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഷാനവാസത്തിന് പിന്താങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതൊക്കെ വോട്ടാക്കി മാറ്റണം ഷാനവാസിനെ എപ്പോഴും വോട്ടാക്കി മാറ്റാനാണ് ഷാനവാസ്. എല്ലാം ഭയങ്കര ക്രൂക്കഡ് മൈൻഡാണ് ഷാനവാസ്. പക്ഷേ ഈ ക്രൂക്കഡ് മൈൻഡോട് എന്ത് സംഭവിച്ചെന്നറിയോ? എല്ലാവർക്കും ദേഷ്യം വന്നു. അതാണ് ഉണ്ടായത്. ഈ അനീഷിൻ്റെ പുറകെ ഫ്രണ്ടാണ് എന്ന ലേബലിൽ കുറേ നടന്ന് ചതിച്ചു. അങ്ങനെ കുറേ വോട്ട് വാങ്ങി. എന്ന് വെച്ചാൽ ആ ഒരു കോംബോ കാണാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കുറേ വോട്ട് വാങ്ങി. നെവിൻ്റെ പുറകെ ഇതേപോലെ കോംബോ, നെവിനെ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെ അടുത്ത് പോയി കുറ്റം പറഞ്ഞു. എന്നിട്ട് അവൻ്റെ കോംബോ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ടുമുണ്ട്, ഇല്ലേ? ഇപ്പോൾ അനീഷിനെ പൊളിച്ചടക്കുന്നു പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ആദ്യം കോംബോ പിടിച്ച് നടന്നു. ഇപ്പോൾ വേറെ കോംബോ ആണ്. അവനെ പൊളിച്ചടക്കണം, അവനെ നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടു നയിക്കണം. ഇയാളുടെ സ്വഭാവം ആദ്യം നന്നാക്കണ്ടേ? അതാണ് ഇയാളുടെ ഇപ്പോഴത്തെ സ്വഭാവം നിൽക്കുന്നത്. ഇനി ഇയാളിപ്പോൾ വിശാല മനസ്കനാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളാണെങ്കിൽ ഞാനത് അവരെ സ്വീകരിച്ചേനെ. ഇയാളൊരു നാട്ടിൻപുറത്തുകാരാണ്. ഇയാൾ ഒരിക്കലും അത് സ്വീകരിക്കുന്ന ആളല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇയാൾ ഒരിക്കലും അങ്ങനത്തെ സ്വീകരിക്കുന്ന ആളല്ല എന്ന്. എങ്കിലും അയാളത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ് നടക്കുന്നത്.